ഇദ്ദേഹം എന്താ പറഞ്ഞത്? ഇന്ത്യയിൽ തൊഴിലില്ലായ്മയാണ്. 34 കൊല്ലം ഭരിച്ച ബംഗാളില് പട്ടപൂജ്യമായത് അവിടുത്തെ ജനങ്ങൾക്കൊക്കെ തൊഴിൽ കൊടുത്തിട്ടാ. കേരളത്തിൽ ബംഗാളികൾ വന്നിട്ട് പൊറോട്ട അടിക്കുന്നത് നിങ്ങൾ അവിടുത്തെ ജനങ്ങളെ അങ്ങ് സേവിച്ചിട്ടാ. രാജ്യത്തിന്റെ പൊതു ആവറേജിന്റെ മുകളിലാണ് ഒരു തർക്കം. ഇപ്പൊ ചുവന്ന കൊടിയുള്ളൂ, അറിയോ? കേരളത്തിന് പുറത്ത് റോഡ് പണി നടക്കുന്നിടത്തേ ഉള്ളൂ ചുവന്ന കൊടി. കേരളത്തിന് പുറത്ത് റോഡ് പണി നടക്കുന്നിടത്താ ചുവന്ന കൊടി. പ്രിയപ്പെട്ട വർത്താനൊന്നും പറയണ്ട. രണ്ട് സംസ്ഥാനം 25-34 കൊല്ലം വെച്ചില്ലേ? എന്തായി? രാജ്യത്തെ തൊഴിലില്ലായ്മ നിങ്ങളെ കേരളം വിട്ടാ പിന്നെ റോഡ് പണി നടക്കുന്നിടത്തേ ഉള്ളൂ ചുവന്ന കൊടി കേട്ടോ. കേരളം വിട്ടാ റോഡ് പണി നടക്കുന്നിടത്തെ ചുവന്ന കൊടിയുള്ളൂ. റോഡ് പണി നടക്കുന്നിടത്തെ ചുവന്ന കൊടിയുള്ളൂ. അത് മനസ്സിലാക്കിക്കോ. വലിയ വർത്താനൊന്നും പറയണ്ട. പിന്നെ പ്രതിപക്ഷത്തെ പറ്റി പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ പറയണം. JNUവിൽ ഭാരത് കി ബർബാദി തക്ക് ജംഗ് രഹേഗി, പിന്നെ എന്താ ഹഫ്സൽ ഷർമിന്ദ ഹേ തേരെ കാഫിൽ അബി സിന്ദ ഹേ. അഫ്സൽ ഞങ്ങൾ നാണിക്കുന്നു, നിന്നെ കൊന്നവൻ ഇപ്പോഴും ജീവനോടെ ഉണ്ട് എന്ന്. ആരാ കൊന്നത്? സുപ്രീം കോടതി ഉത്തരവ് പ്രകാരം തൂക്കി കൊന്നതാ. അത് വിളിച്ച കനയ്യകുമാറിനെ കോൺഗ്രസ് കൂടെ കൂട്ടി. CPIക്കാർ മെല്ലെ ഒഴിവാക്കിയതാ തലവേദനയാവുമെന്ന് കണ്ടപ്പം. കാരണം കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ബീഹാറിൽ മത്സരിച്ചപ്പോൾ 4 ലക്ഷം വോട്ടിനാണ് തോറ്റത്. ജനങ്ങൾ തിരസ്കരിച്ചപ്പോൾ അവർ മെല്ലെ ഒഴിവാക്കി. ആ കനയ്യകുമാറിനെ വരെ കോൺഗ്രസ് കൂടെ കൂട്ടി. ഈ അർബൻ നക്സലേറ്റുകൾ കർഷക സമരം നടത്തിയപ്പോഴും മറ്റു പല പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോഴും ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ, പ്രത്യേകിച്ച് പ്രതിപക്ഷ പാർട്ടികൾ, മോഡി വിരോധത്തിന്റെ പേരിൽ അവരെ പിന്തുണയ്ക്കുകയാണ് ചെയ്തത്. ഈ അർബൻ നക്സലേറ്റുകൾ വലിയ കുഴപ്പക്കാരാണ്. ഇവരിങ്ങനത്തെ പല പ്രശ്നങ്ങളും ഉണ്ടാക്കും. അതുകൊണ്ട് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ഇവരോടൊപ്പം സഹകരിക്കരുത്, ഇവരെ ഒഴിവാക്കണം, ഒറ്റപ്പെടുത്തണം. അപ്പോൾ ഇവരാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. എല്ലാ സ്ഥലത്തും പോയി നരേന്ദ്രമോദി പറഞ്ഞതുപോലെ ആന്തോളൻ ജീവികൾ സമരം ചെയ്യുക എന്നാണ് ഈ 360 ദിവസം ഇവരെ പരിപാടി. എന്തിനാ സമരം ചെയ്യുന്നതെന്ന് ഒരു അവർക്ക് പോയി. ഞാൻ ചോദിക്കട്ടെ, ലഖിംപൂർ കേരി ഉത്തർപ്രദേശിൽ പോയിട്ട് 5 ആൾ മരിക്കാനുള്ള സാഹചര്യം സൃഷ്ടിച്ചത് ഈ അർബൻ നക്സലേറ്റുകളാണ്. അവസാനം വോട്ടെണ്ണിയപ്പോൾ എന്തായി? ലഖിംപൂർ കേരിയിൽ 5-5 BJP ജയിച്ചു. നിൽക്കട്ടെ, ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് CPMന്റെ പ്രതിനിധി പറഞ്ഞു രാജ്യത്ത് തീവ്രവാദി ആക്രമണം പെരുകിയെന്ന്. എന്താ സുഹൃത്തെ പറയുന്നത്? ബോംബെയിലെ തീവ്രവാദി ആക്രമണം, ഡൽഹിയിൽ നിരന്തരമായ ബോംബ് സ്ഫോടനം, കോഴിക്കോട് മൊഫീസൽ ബസ് സ്റ്റാൻഡിലും KSRTC ബസ് സ്റ്റാൻഡിലും നടന്ന സ്ഫോടനം, ചെന്നൈയിൽ, ബാംഗ്ലൂരിൽ, വാരാണസിയിൽ, ഗോഹട്ടിയിൽ, അഹമ്മദാബാദിൽ, ജയ്പൂരിൽ. എവിടെയാ ബോംബ് പൊട്ടാതിരുന്നത്? നിങ്ങൾ പിന്തുണ കൊടുത്ത UPA സർക്കാർ ഭരിച്ചപ്പോൾ ഇന്ത്യ രാജ്യം എവിടെയാ ബോംബ് പൊട്ടുന്നത്? എവിടെയാ പൊട്ടുന്നത്? കാശ്മീർ അതിർത്തിയിൽ സംഘർഷമുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പിന്നെ പൊട്ടിയത് കേരളത്തിൽ നമ്മുടെ യഹോവ സാക്ഷികളുടെ സ്ഥലത്താണ്. അപ്പോൾ ഇന്ത്യ രാജ്യത്ത് ഇന്ന് മുമ്പത്തേക്കാളധികം തീവ്രവാദ പ്രവർത്തനവും തീവ്രവാദ അക്രമവും എത്രയോ കുറഞ്ഞു. കാശ്മീരിൽ വരെ കുറഞ്ഞു. ഇന്ന് കല്ലേറുണ്ടോ കാശ്മീരിൽ? ലാൽ ചൗക്കിൽ സ്വാതന്ത്ര്യ ദിനത്തിൽ പാകിസ്ഥാൻ പതാക ഉയർത്തുന്നുണ്ടോ? എല്ലാ വീട്ടിലും മുൻ തീവ്രവാദികളുടെ വീട്ടിൽ വരെ ത്രിവർണ്ണ പതാക ഉയർത്തുകയാണ്. പിന്നെ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞു രാജ്യം സാമ്പത്തികമായി തകർന്നു എന്ന്. രാജ്യത്തിന്റെ GDP എവിടെ എത്തി? രാജ്യത്തിന്റെ GDP $4 ട്രില്യൺ ആയി. അത് 350 ലക്ഷം കോടി രൂപയായി. പണപ്പെരുപ്പ നിരക്ക് താഴെയാണോ മുകളിലാണോ? മൻമോഹൻ സിംഗ് ഇറങ്ങി പോകുമ്പോൾ എത്ര ശതമാനം? 8%, 9%. ഇപ്പോഴോ? ഇപ്പോൾ 4.5%, 5%. നിങ്ങൾ എവിടുത്തെ കണക്കാണ് പറയുന്നത്? ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. BJP ഭരിക്കുന്ന 12 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്നു. കഴിഞ്ഞ 4-5 വർഷം കൊണ്ട് 12 സംസ്ഥാനങ്ങളിൽ BJP ഭരിച്ച 2 എണ്ണമാണ് BJP തോറ്റത്, കർണാടകയും ഹിമാചൽ പ്രദേശും. ബാക്കിയെല്ലാം BJP ജയിച്ച 10 എണ്ണത്തിൽ BJP അധികാരം നിലനിർത്തി. നിങ്ങളെ കാര്യം എന്താ? നിങ്ങൾ ഭരിച്ച സ്ഥലത്ത് ഛത്തീസ്ഗഡിൽ നിങ്ങൾ തോറ്റു, രാജസ്ഥാനിൽ തോറ്റു. നിങ്ങൾ ഭരിച്ച ഏതെങ്കിലും ഒരു സംസ്ഥാനം നിങ്ങൾക്ക് നിലനിർത്താൻ പറ്റിയോ കോൺഗ്രസിന് കഴിഞ്ഞ 5 വർഷം കൊണ്ട്? അപ്പോൾ ജനങ്ങളെന്താ 75 വർഷമായി വോട്ട് ചെയ്യുന്ന ജനങ്ങളെന്താ വിഡ്ഢികളാ? ജനങ്ങളെന്താ ഇന്ത്യയിലെ ജനങ്ങളെന്താ വിഡ്ഢികളാ? അതൊന്നുമല്ല. നിങ്ങൾക്ക് ഒരു സംസ്ഥാനത്തെ ഭരണം പോലും നിലനിർത്താൻ പറ്റിയിട്ടില്ല. പല സ്ഥലത്തും നിങ്ങൾ നിരന്തരമായി തോറ്റുകൊണ്ടിരിക്കുകയാണ്.